അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചകൻ്റെ ഉത്തമ മാതൃകകൾ വീഡിയോ പരമ്പരയുടെ 22ാമത്തെ ഭാഗമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള ഇൻട്രൊഡക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ പറയുന്നില്ല. ഇതിനു മുമ്പുള്ള ഭാഗം 21 നമ്മൾ പ്രവാചകൻ്റെ ഉത്തമ മാതൃക എന്നുള്ളതിൽ സെലക്ട് ചെയ്യുന്നത് എളിമ എന്നുള്ള ഒരു ഗുണമായിരുന്നു. അതിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് 2 പാർട്ടായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു നമ്മൾ. അതുപോലെ തന്നെ അതുകൊണ്ട് നേരത്തെ പാർട്ട് 1 എളിമയിൽ, ഇന്നത്തത് എളിമ തന്നെയാണ് ടോപ്പിക്ക്. അതിൻ്റെ പാർട്ട് 2 അതിനകത്ത് കുറച്ച് സംഭവങ്ങൾ കണ്ടു. ഇതിനകത്ത് കുറച്ച് സംഭവങ്ങൾ കണ്ടിട്ട് ഈ ടോപ്പിക്ക് തീർത്തിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത പാർട്ട് വേറെ മറ്റു ഗുണങ്ങളൊക്കെ നോക്കാം. അപ്പോൾ എളിമ എങ്ങനെയാണ് ഏതാണെന്നല്ല നമ്മൾ അതിനകത്ത് പറഞ്ഞു. ഒരു പ്രവാചകൻ്റെ സ്ഥാനം അലങ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതുപോലെ ഒരു മഹാചക്രവർത്തി എന്ന ഒരു സ്ഥാനം അലങ്കരിക്കുമ്പോൾ തന്നെ ഇത്രത്തോളം എളിമയായിട്ടാണ് പ്രവാചകൻ ജീവിച്ചത് എന്നതിനുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ ഓരോരുത്തരത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ മറ്റൊരു സംഭവം, സാധാരണ നമ്മളായാലും ആരായാലും നമ്മളെ ഒരു വിരുന്നിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സന്തോഷമായിട്ട് പോകും. താഴെ വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കും. എല്ലാവരും ഇല്ല, എല്ലാവരും പോകും നമ്മൾ. എന്നാലും സാധാരണ കുറച്ച് ഹൈ സ്റ്റാൻഡേർഡുള്ള ആൾക്കാർ, വളരെ താഴെ എന്നുള്ള ആൾക്കാർ, ഇപ്പോൾ മന്ത്രിമാർ MLA-മാരൊക്കെ ആണെങ്കിൽ വോട്ടിന് വേണ്ടിയിട്ട് ഈ സാധാ ആൾക്കാരുടെയൊക്കെ വീട്ടിലൊക്കെ വന്ന് എന്നാലും അടുത്ത പ്രാവശ്യം വോട്ട് തരത്തുള്ളൂ എന്നുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ വന്ന് തോളിൽ കൈയിട്ട് ഫോട്ടോ എടുക്കുന്നതും നമുക്ക് കാണാം. ജസ്റ്റ് തൂക്കുന്നതും കൊച്ചിനടുത്ത് നിൽക്കുന്നതൊക്കെ ഇന്നത്തുള്ള ജനാധിപത്യ സെറ്റപ്പിൽ അതൊക്കെ. പ്രവാചകൻ്റെ കാലത്ത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ആൾക്കാർ മൊത്തത്തിൽ പ്രവാചകനായിട്ട് അംഗീകരിച്ചു, അവിടുത്തെ ഭരണാധികാരിയായിട്ട് അംഗീകരിച്ചു. ഇലക്ഷനോ വോട്ടൊന്നും ഇല്ല. അവിടെ ഇങ്ങനെ പോയി സോപ്പിടേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് പോലും ആര് വന്ന് വിരുന്നിന് വിളിച്ചാലും പോകും. വിരുന്നിന് വിളിച്ചാൽ പോകണമെന്നുണ്ട്, അത് സെപ്പറേറ്റ് ഹദീസുണ്ട്. ഇതിനകത്ത് ഇനി വിരുന്നിന് വിളിക്കുമ്പോൾ തന്നെ സ്പെഷ്യലായിട്ടുള്ള ചാപ്പാട് പ്രവാചകൻ വരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു ആഹാരം, ഒരു മെനു അങ്ങനെ ഉണ്ടാക്കി തരണമെന്നുള്ളത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ. ഞാൻ എന്തും കഴിക്കും, നിങ്ങൾ സാധാരണ സ്പെഷ്യൽ മീൽസായിട്ട് ഫീസ്റ്റായിട്ട് തന്നാലും കൊള്ളാം, സാധാരണ ഫുഡായിട്ട് തന്നാലും കൊള്ളാം, എന്തായാലും എന്നെ ഒരു വിരുന്നിന് വിളിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും അതിനകത്ത് പങ്കെടുക്കും എന്ന് പറയുന്ന ഹദീസ് ബുഖാരിയിൽ 2568, ബുഖാരിയിൽ 5178, തിർമിദിയിൽ 1338 എന്നീ ഹദീസുകളിൽ കാണാം. അപ്പോൾ വോളണ്ടിയറായിട്ട് പറയണം അങ്ങോട്ട്, ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കണ്ട, നിങ്ങൾ എന്തുണ്ടാക്കുന്ന എല്ലാവർക്കും അത് മതി. അപ്പം സാധാ ഈ വലിയ സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ അത് കഷ്ടപ്പെടുന്ന ആൾക്കാർ, അവർക്കും പ്രവാചകനൊക്കെ ഒരു വിരുന്ന് കൊടുത്താൽ നല്ലതെന്ന് തോന്നും. പക്ഷേ പ്രവാചകനാകുമ്പോഴത്തേക്ക് വലിയ രീതിയിൽ കൊടുക്കണമല്ലോ എന്ന് വിചാരിക്കാതെ സാധാരണ വിചാരിച്ചാൽ ഞാൻ വരും എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ആ എളിമ എന്നുള്ള ക്യാരക്ടർ നമുക്ക് അതിനകത്തൊന്നും കൂടെ കാണാം. അതുപോലെ തന്നെ പല സഹാബികളുടെയും കൂടെയും യാത്ര ചെയ്യേണ്ടി വരും. ചിലപ്പം യുദ്ധങ്ങളിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ. ഇപ്പോൾ മുആദ് ബിൻ ജബൽ എന്നുള്ള സഹാബി യമനിലെ ഗവർണറായിരുന്നല്ലോ. അപ്പം ഹദീസിൽ 1-2 വട്ടം ഇങ്ങനെ മുആദ് ബിൻ ജബലിൻ്റെ കൂടെ പ്രവാചകൻ യാത്ര ചെയ്ത് മദീനയുടെ ബോർഡർ വരെ കൊണ്ടുവിട്ടിട്ട് വരും. വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം മദീനയാണ്. അതുപോലെ പ്രവാചകനെ കാണാനും വരും. യമനിൽ നിന്ന് ഗവർണറാണ് പ്രവാചകൻ. അവിടുത്തെ പ്രസിഡന്റ്, ടോട്ടൽ അറേബ്യയുടെ പ്രസിഡന്റ് ആയിട്ട് പല ഭരണകാര്യങ്ങൾക്കും അല്ലെങ്കിൽ അദ്ദേഹം സ്വന്തം നാട്ടിൽ വരാനായിട്ട് വന്നിട്ട് പോകും. വന്നിട്ട് ഓരോ വട്ടം പോകുമ്പോൾ കൂടെ പ്രവാചകൻ പോയിട്ട് ആ മദീന ബോർഡർ വരെ അവിടെ നിന്ന് യാത്ര ആക്കിയിട്ട് വരും. അങ്ങനെ പോകുന്ന 1-2 സംഭവങ്ങൾ നമുക്ക് കാണാം. അങ്ങനെ പോകുമ്പോൾ ഒരു സമയത്ത് ഒരു ഒട്ടകത്തിൽ 2 പേരും ട്രാവൽ ചെയ്യും, ഷെയർ ചെയ്ത് ഡബിൾസ് പോകുന്നതാണ്. അപ്പം ഞാനൊരു പ്രവാചകനാണ്, ഞാനൊരു വലിയ പ്രസിഡന്റാണ്, എൻ്റെ കൂടെ ഇദ്ദേഹം കൂടെ ഒരാളും കൂടെ ഇരുന്ന് വരുന്നത് സാധാരണ വലിയ ആൾക്കാർ അത് സഹിക്കത്തില്ല. എനിക്ക് സെപ്പറേറ്റ് ഒട്ടകം, നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒട്ടകം എന്നുള്ള ആ രീതിയിൽ വേണം പോകാൻ, എൻ്റെ കൂടെ ഇരുന്നൊന്നും വരാൻ സമ്മതിക്കത്തില്ല എന്നുള്ള തോന്നൽ പലരിലും കാണും. ഇത് പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടില്ല. മുആദ് ബിൻ ജബലും പ്രവാചകനും ഒന്നിച്ച് ഒരേ ഇതിനകത്ത് പോകുന്ന കാണാം, ഒരേ ഒട്ടകത്തിൽ തന്നെ. ഇത് ബുഖാരിയിൽ 128 കാണാം. അതുപോലെ തന്നെ വേറൊരു സന്ദർഭത്തിൽ ലാസ്റ്റ് ഇങ്ങനെ ഒരു പ്രാവശ്യം വന്നിട്ട് പോകുമ്പോഴത്തേക്ക് പ്രവാചകൻ കൂടെ വരെ നടന്നു പോയിട്ട് മദീന ബോർഡർ വന്ന് വരുമ്പോഴത്തേക്ക് അവിടെ വെച്ച് പറയും. അപ്പോൾ ഒരുപാട് ഉപദേശം കൊടുക്കും, ഓരോ ഉപദേശം കൊടുക്കും. കാരണം ആളുകളായിട്ട് വളരെ നോക്കി ഡീൽ ചെയ്യണം, അവരെ കഷ്ടപ്പെടുത്തരുത്. ദീൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ ഓവറായിട്ട് ദീൻ്റെ കാര്യം പറഞ്ഞ് അവരെ വെറുപ്പിക്കരുത്, ജസ്റ്റ് പറഞ്ഞിട്ട് നിർത്തുക, അവരെ ഇത് ചെയ്യരുത്. അങ്ങനെ പല ഉപദേശങ്ങൾ ഇങ്ങനെ കൊടുത്തു പോകും. ഇങ്ങനെ ലാസ്റ്റ് ഒരു യാത്രയിൽ ഒരു വട്ടം മന്ത്രി പറയും, ഇനി അടുത്ത പ്രാവശ്യം നീ വരുമ്പോൾ എന്നെ കാണത്തില്ല എന്ന് പറയും. അപ്പം പ്രവാചകൻ മരിക്കും എന്നുള്ള ഒരു സൂചന കൊടുത്തിട്ട് അത് കേൾക്കുമ്പോഴത്തേക്ക് മുആദ് ബിൻ ജബൽ എല്ലാം ഭയങ്കരമായിട്ട് വിഷമിക്കും, കരയും. പ്രവാചകൻ തിരിഞ്ഞു നിൽക്കും. ഈ മുആദ് ബിൻ ജബലിനെ യാത്രയാക്കിയിട്ട് മദീനയിലോട്ട് മുഖം തിരിഞ്ഞു നിന്ന് പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. അപ്പം പ്രവാചകൻ്റെ ഉള്ളിലുള്ള ആ റിയാക്ഷൻ, ആ കരച്ചിലൊന്നും മുആദ് കാണാൻ പറ്റത്തില്ല. അപ്പം ആ വിഷമിച്ച് വല്ലാത്തൊരു വിഷമം എന്നുള്ള വേർപിരിയുന്നു എന്നുള്ള രീതിയിൽ തിരിഞ്ഞു നിന്ന്
അങ്ങനെ തിരിഞ്ഞു അതിലേക്ക് നടന്നു പോകുന്നതാണ്. ആ സന്ദർഭങ്ങളിൽ മുആദ് ബിൻ ജബൽ ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യും, പ്രവാചകൻ നടന്നു പോകുന്നതായിട്ട് കാണാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് അഹമ്മദിൽ 21040 21042 എന്നുള്ള ഹദീസ് നമ്പറിൽ കാണാം. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ താൻ ഒരു വലിയ ആളെന്നുള്ള ഒരു തോന്നലേ നമ്മൾ കഴിഞ്ഞ ദിനത്തും പറഞ്ഞു, മനസ്സിൻ്റെ ഉള്ളിലില്ല. അള്ളാഹു ആണ് ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവ്. നമ്മൾ ആ ഒരു സമയം വരെ അവിടെ നിൽക്കുന്നു, അള്ളാഹു പറഞ്ഞ ദൗത്യം പൂർത്തീകരിക്കുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ അതിനകത്ത് ഞാൻ വലിയവൻ, നീ വലിയവൻ, ഞാൻ മുകളിൽ കയറിയിരിക്കും, നീ താഴെ നടന്നു പറഞ്ഞു, അങ്ങനെ ഒന്നുമില്ല. ആ ഒരു തോന്നലുണ്ടായാൽ എല്ലാ ക്യാരക്ടറിലേക്കും അത് നമുക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ പെർഫെക്റ്റായിട്ട് പോകാൻ പറ്റും. പ്രവചനം എത്ര പെർഫെക്റ്റ് ആ കാര്യം അതാണ്. അത്രത്തോളം വിശ്വസിച്ചു അള്ളാഹു ഉണ്ട്. അള്ളാഹു മെഹ്റാജിനെ കൊണ്ടുപോയി നേരിട്ട് സംസാരിച്ചു, ജിബ്രീലിനെ കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും വിശ്വാസത്തിൻ്റെ കാഠിന്യം എന്നുള്ളത് വളരെ ഹൈ ആയിരിക്കും പ്രവചനം. നമ്മളങ്ങനെ കണ്ടിട്ട് അല്ല വിശ്വസിക്കുന്നത്. പ്രവാചകൻ പറയുന്നത് വിശ്വസിക്കുന്നു, ഖുർആൻ കണ്ട് വിശ്വസിക്കുന്നു, അതിൻ്റെ അത്ര ലോജിക്ക് കണ്ട് നമ്മൾ വിശ്വസിക്കുന്നു, ഏകദേശ വിശ്വാസം. ഇങ്ങനെ കുറച്ച് നമ്മളൊക്കെ മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ മുസ്ലിങ്ങളായിട്ട് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ പ്രവാചകൻ്റെ ഒക്കെ എന്ന് വെച്ചാൽ നേരിട്ട് കണ്ടതുകൊണ്ട്, നേരിട്ട് സംസാരിച്ചുകൊണ്ട് വളരെ ഡീപ്പായിരിക്കും എന്താണ് ആ വിശ്വാസം. അതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്. നമുക്ക് വേറെ കാരണങ്ങളൊന്നും കാണാൻ പറ്റുന്നു. ഇത്ര പെർഫെക്റ്റായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളത്. ഏത് ക്യാരക്ടർ എടുത്താലും നമ്മളിപ്പോൾ ഓരോ ഗുണങ്ങളും എടുത്ത് നോക്കി അതിൻ്റെ എല്ലാം പാരമ്യം, വിനയം എടുത്താലും ക്ഷമ എടുത്താലും മറ്റുള്ളവരുടെ പുറത്തുള്ള സഹനശക്തി, ആൾക്കാരോട് ജീവിക്കുന്നത്, വളരെ പാവപ്പെട്ട വളരെ ദാരിദ്ര്യം നിറഞ്ഞ അല്ലെങ്കിൽ വളരെ എളിമയായ ജീവിതം, കുട്ടികളോടുള്ള പെരുമാറ്റം, മാതാപിതാക്കളോടുള്ള പെരുമാറ്റം, മറ്റും മതസ്ഥരോടുള്ള പെരുമാറ്റം, ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. എല്ലാത്തിലും പെർഫെക്റ്റ്. ഓരോന്ന് ഇതെല്ലാം തലയിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഓരോന്നോരോ കുട്ടിയെ കണ്ടിരുന്നാലും ഈ കുട്ടി ഇവിടെ നിയമനിൽ വന്നു, അവധിയായിട്ട് വന്നതാണ്, അതിനെ ശ്രദ്ധിക്കണം, കറക്റ്റായിട്ട് ഒരു ഗിഫ്റ്റ് വരുമ്പോൾ അതിനെ ഓർത്ത് കൊണ്ട് കൊടുക്കുന്നു. അത് എല്ലാം ഭയങ്കര എങ്ങനെ നടക്കുന്നു പറഞ്ഞാൽ അള്ളാഹു മനസ്സിൽ പ്രവാചകന് അങ്ങനെ ഇത് അള്ളാഹു കൊടുത്തു, അള്ളാഹുവിൻ്റെ ഒരു ഔദാര്യത്തിൽ ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. എന്നുവെച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മളെ കൊണ്ട് ഉള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് നല്ല മാറ്റങ്ങൾ ഇതുകൊണ്ടുണ്ടാവും, നിങ്ങളുണ്ടാവട്ടെ, ഇതൊക്കെ മനസ്സിലാക്കി. അതാണ്. അപ്പം നമുക്ക് കാണാം എത്രത്തോളം എളിമയാണ്. നടന്ന് കൂടെ ഒരു ഗവർണർ നടന്നു പോകുന്നു, ഒരു പ്രസിഡന്റ് അല്ല, ഗവർണർ വാഹനത്തിൽ യാത്ര ചെയ്തു, പ്രസിഡന്റ് നടന്നു പോകുന്നു. ഇതൊക്കെ നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതും ഒരു എളിമയുടെ ഒരു ഇതായിട്ട് കാണാം. അതുപോലെ വേറൊരു സംഭവം, മഹ്രിമ എന്നൊരു സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്കോളറുമാണ്, ഹിസ്റ്റോറിയൻ, അറബ് ഹിസ്റ്റോറിയനാണ്. അത് വയസ്സായ ആളാണ്. അപ്പം പ്രവാചകൻ്റെ വീട്ടിൽ കുറച്ച് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, പ്രസൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇത് മഹ്രിമയ്ക്ക് അറിയാം. അപ്പം മഹ്രിമയും മോഹനെയും വിളിച്ചുകൊണ്ട്, വയസ്സായ ആളായതുകൊണ്ട് കൂടെ മോഹനെയും വിളിച്ചുകൊണ്ട് പ്രവാചകൻ്റെ വീട്ടിലോട്ട് വരികയാണ്. വന്നിട്ട് വീട്ടിൻ്റെ വെളിയിൽ നിന്നിട്ട് ഷൗട്ട് ചെയ്യുന്നു, മുഹമ്മദ് അല്ലെങ്കിൽ പ്രവാചകരെ ഇങ്ങോട്ട് വാ, ഞാൻ വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ മകൻ പറയുന്നു, അയ്യോ ഇങ്ങനെയൊന്നും ഇവിടെ ഒന്നും വേണമുണ്ടാകില്ല, പ്രവാചകരല്ലേ, നമുക്ക് വളരെ ഭവ്യതയോടെ പോയി അകത്ത് പോയി നിന്ന് കണ്ട് ചോദിച്ചിട്ടല്ലേ വരേണ്ടതുള്ളത്. അത് നിനക്കറിയത്തില്ല, എനിക്കറിയാതെ ആരാന്നുള്ളത് എന്നുള്ള രീതിയിൽ അത് അങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്യത്തില്ല എന്നുള്ളത്. അപ്പോൾ പ്രവാചകൻ അത് ഷൗട്ട് കേട്ട് പുറത്ത് വരുമ്പോൾ തന്നെ കയ്യിലൊരു ഗിഫ്റ്റ് കേട്ടോ വന്ന തുണിത്തരങ്ങളിൽ ഒരു തുണി എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, മഹ്രിമ ഇത് ഞാൻ താങ്കൾക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്, താങ്കളുടെ മനസ്സിൽ കണ്ടിട്ട് എന്നെ മാറ്റി വെച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ പഴയ ആൾക്കാർ എങ്ങനെ പുതിയ സഹാബികൾക്ക് അത്ര പരിചയമില്ലെങ്കിൽ പഴയ ആൾക്കാർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പ്രവാചകൻ അങ്ങനെ ഒരിക്കലും ഇങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഇങ്ങോട്ട് പുറത്ത് വിളിപ്പിച്ച് സാധനം ചോദിക്കരുത്, വളരെ ഭവ്യതയോടെ ചോദിക്കണം, അങ്ങനെയൊന്നും പ്രവാചകൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യത്തില്ല. അന്ന് കാര്യമാക്കിയില്ല. അതിന് സാധനം എടുത്ത് വെച്ചിരിക്കണം, അതുകൊണ്ട് ആ സഹാബി കൊണ്ടുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് നോക്കണം. ഇതൊക്കെ ഒരു പേഴ്സണൽ നമ്മുടെ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ സെൽഫ് ഡെവലപ്മെന്റിന് നമ്മൾ ഒരുപാട് സെൽഫ് ഡെവലപ്മെന്റ് ബുക്സൊക്കെ ഒരുപാട് വായിച്ച് എല്ലാവരും വായിക്കുന്നുണ്ട് കാശ് കൊടുത്ത്. ഇതിൻ്റെ 7 അയലത്ത് വരത്തില്ല സെൽഫ് ഡെവലപ്മെന്റ് ബുക്സ് എല്ലാം. ഇത് ഒരു മനുഷ്യൻ ജീവിച്ച് കാണിച്ചതാണ്, പ്രവാചകൻ ജീവിച്ച് കാണിച്ചതാണ് എത്രത്തോളം മോഡസ്റ്റ് ആയിരിക്കണം എന്നുള്ള രീതിയിൽ. പവർ ഉണ്ടായിരുന്നിട്ടും ഇത്രയും താന്ന്, അല്ലെങ്കിൽ ഒരു ലാഞ്ചന പോലും കാണിക്കാത്ത, പവറിൻ്റെ ഒരു ലാഞ്ചന പോലും കാണിക്കാത്ത, അഹങ്കാരം മനസ്സിലല്ലാതെ ജീവിക്കാൻ വലിയ പാടാണ്. ഇത് അടിക്കടി നമ്മളിട്ട് കേട്ടാൽ നമ്മുടെ ജീവിതം നന്നാവും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണം നമുക്ക് ഇത് കേട്ടിട്ട്. അപ്പം ഇതൊരു സംഭവം, ഇത് ബുഖാരി 562 കാണാം മഹ്രിമയുടെ സംഭവം. അതുപോലെ മറ്റൊരു സംഭവത്തിലും പ്രവാചകൻ്റെ വാഹനം, ഒട്ടകം, അത് ഷെയർ ചെയ്യുന്ന സംഭവം ബുഖാരി 6228 കൂടെ ഇരുന്ന് പോകും. 2-3 പേര് പോകുന്നതിനകത്തും പ്രവാചകൻ പോകും. ഒരു ഇതിലാന്ന് തോന്നുന്നു, യുഹദ് യുദ്ധത്തിലാന്ന് തോന്നുന്നു, വാഹനങ്ങൾ കുറവായിരിക്കും. അപ്പോൾ എല്ലാത്തിലും 3 പേരെ കെട്ടണമെന്ന് പറയും. ഓർമ്മ ശരിയാണെന്ന് ഓർമ്മയിൽ പറയാണ്. പ്രവാചകൻ്റെ അതിനകത്ത് 3 പേര് കെട്ടും. എൻ്റെ വട്ടത്തിൽ ഞാൻ മാത്രമേ പോകത്തുള്ളൂ പറയത്തില്ല. അത് ഈക്വലായിട്ട് തന്നെ ആൾക്കാരെ കൊണ്ടുപോകും. വളരെ വിനയത്തിൻ്റെ അങ്ങറ്റം എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ആ സമൂഹത്തിലെ ഏറ്റവും വീക്കായ ഒരു ആളാണെങ്കിലും പ്രവാചകനെ പിടിച്ചുകൊണ്ട് പോയി കയ്യിൽ വലിച്ചുകൊണ്ട് പോയി എനിക്ക് പ്രശ്നത്തിന് പരിഹാരം എന്ന് നേരെ ചോദിക്കാൻ പറ്റും. വലിയ അധികാരിയാണ്, അല്ലെങ്കിൽ വലിയ ചക്രവർത്തിയാണ്, പ്രവാചകനാണ്, ഇതൊക്കെ ആണെങ്കിലും നേരെ വന്ന്
പ്രവാചകർ എനിക്ക് പ്രശ്നമുണ്ട്, ഇത് ഡീൽ എനിക്ക് തീർത്തിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ തന്നെ തീർക്കണം എന്നുള്ള രീതിയിൽ നേരെ വന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഇത് അബുദാബുദിൽ 4818 ഒരു സ്ത്രീ വന്ന് പ്രവാചകൻ്റെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്നിരുന്ന് എനിക്ക് പ്രശ്നം തീർക്കണം എന്ന് പറയുന്ന ആ സംഭവം അതിനകത്ത് കാണാം. അതുപോലെ മദീനയിൽ വരുമ്പോൾ നമുക്കറിയാം, മദീനയിൽ വരുമ്പോൾ പ്രവാചകനാണ് ഈ മസ്ജിദുൽ നബവി ഉള്ള സ്ഥലം, അത് പ്രവാചകൻ സ്വന്തം കയ്യിലുള്ള കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. അത് 2 അനാഥ പിള്ളേരുടേതായിരുന്ന സ്ഥലം. പക്ഷേ അവർ ഫ്രീ ആയിട്ട് തരാൻ തുടങ്ങി. വേണ്ട ഞാൻ വിലക്ക് തന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് സ്വന്തം കാശ് കൊണ്ട് ആ സ്ഥലം വാങ്ങിച്ച് അവിടെ ആദ്യമായിട്ട് പള്ളി കെട്ടുമ്പോൾ പ്രവാചകൻ സ്വന്തം കൈ കൊണ്ട് ചുടുകല്ല് എടുത്ത് വെച്ചിട്ട് ആ മസ്ജിദ് കെട്ടുന്ന കാണും. സ്വന്തം കാലുണ്ട്. മാറി നിന്നാൽ പോരെ, നിങ്ങളെല്ലാം കെട്ടിച്ച പ്രവാചകരാണ്, നിങ്ങൾ കെട്ടിച്ച മാറി ചേർലിരുന്ന് വെയിലത്ത് മാറി കുട പിടിച്ചിരിക്കാമെന്ന് അങ്ങനെയല്ല പറഞ്ഞു. കൂടെ വർക്ക് ചെയ്യുകയാണ്. ഇത് ബുഹാരി 3906 എല്ലാ കാര്യത്തിലും ഇല്ല. ഇത് ഒരു സംഭവം 2 സംഭവമല്ല. ഇത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഒരാൾ കുറച്ച് നോട്ട് ചെയ്ത് ഇങ്ങനെ പറയുന്നതെന്നുള്ളൂ. നമ്മൾ ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ പ്രവാചകൻ്റെ ഓരോ സംഭവങ്ങളും ഇത് കാണാൻ പറ്റും. എത്രത്തോളം ആ മനസ്സിൻ്റെ അല്പം പോലും മനസ്സിൽ താൻ ഒരു പ്രവാചകനാണ്, എന്നെ ആൾക്കാർ നോക്കണം ഇല്ലേ ഇല്ല. അത് നാച്ചുറലായിട്ട് പോലും ഇല്ല. ഫ്രണ്ടിൽ നിന്ന് ജോലി നിന്ന് എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, എന്നെ പുകഴ്ത്തി പറയരുത്. ജീസസിന് അവരുടെ സമുദായം ലിമിറ്റില്ലാതെ പുകഴ്ത്തിയത് കൊണ്ട് അദ്ദേഹത്തെ ദൈവത്തിൻ്റെ പുത്രൻ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി. ആ രീതിയിലൊന്നും ഒരിക്കലും എന്നെ പുകഴ്ത്തരുത്. എന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമ എന്ന് മാത്രമല്ല, റസൂൽ മുഹമ്മദ് റസൂല്ല അല്ലെങ്കിൽ അബ്ദുഹു റസൂലു എന്നുള്ള അത് മാത്രം പറയാം. അള്ളാഹുവിൻ്റെ അടിമ എന്ന് മാത്രമേ എന്നെ പറയാം. അതാണ് എന്നെ പുകഴ്ത്തുന്നത് എന്നുള്ള രീതിയിൽ പറയാം. അപ്പം ഒരു പുകഴ്ത്തി പറയുന്നത് ഇഷ്ടമല്ല, വന്നാൽ എഴുന്നേൽക്കുന്നത് ഇഷ്ടമല്ല. ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും. ഇതെങ്ങനെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് നടന്നു പോകുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് വെയിലടിച്ച് എല്ലാവരും വെയിൽ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് പ്രവാചകൻ്റെ തലയിൽ മാത്രം നിഴൽ വരുന്ന കാണാം. തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഒരാൾ കുട പിടിച്ച് കൊടുക്കുന്നു. നമ്മൾ കുട തരാൻ പറയും. മടക്കി കൈ വെച്ചിട്ട് പറയും, എനിക്ക് ഒരു പ്രശ്നമൊന്നുമില്ല, ഞാൻ നിങ്ങളെ പോലെ തന്നെയാണ് നടക്കുന്നത്, എനിക്കും നിങ്ങളെക്കാട്ടും കൂടുതൽ എനിക്ക് വെയിൽ താങ്ങാൻ നടക്കാനുള്ള ശേഷി എനിക്കുണ്ടെന്ന് പറഞ്ഞ് കുട കൊടുക്കത്തില്ല, വാങ്ങിച്ച് കയ്യിൽ വെച്ചേക്കും. ഇത് തബറാനിയിൽ ഹദീസിൽ കാണാം. ഞാൻ നിങ്ങളെ പോലെ മനുഷ്യനാണ്, നിങ്ങൾ വെയിലുള്ളെന്ന് പറഞ്ഞാൽ ഞാനും കൊള്ളും എന്നുള്ള രീതിയിൽ. അതുപോലെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങോട്ട് പോയി സലാം പറയുക. ഇത് ബുഹാരി 6247 കാണാം. അതുപോലെ ഇതിൽ ഒരു ഗ്രാമവാസി പ്രവാചകനെ ഒരു വിരുന്നിന് വിളിക്കും. അപ്പോൾ അവിടെ പോയിട്ട് താഴെ ഫ്ലോറിൽ കാല് മടക്കിയിരിക്കും. ഇതിന് ഒരു പോർഷൻ അബൂദാബുദിൽ 3773 കാണാം, ബാക്കി ബൈഹക്കിയിൽ കാണാം. 14430 ബൈഹക്കി ഹദീസ് ഗ്രന്ഥത്തിൽ കാണാം. കാല് മടക്കി അതിനകത്ത് ഗ്രാമവാസി ചോദിക്കും, ഇതിങ്ങനെ കാല് മടക്കി ചേർന്നിരിക്കുന്നല്ലോ, ഇതെന്താ ഇങ്ങനെ ഇത്രയും വലിയ ആളായിട്ടൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാനൊരു ടൈറൻ്റ് അല്ല എന്നുള്ളത്, ഒരു ഏകാധിപതി അല്ല എന്നുള്ള രീതിയിൽ പറയും. അയാൾക്ക് ഭയങ്കര അത്ഭുതം. ആ ഗ്രാമവാസിക്ക് ഇങ്ങനെ ഒന്ന് നമ്മുടെ വീട്ടിലൊന്നും കാലിൽ മടക്കി വലിയ ചേർലോ അങ്ങനെയൊന്നും ഇരിക്കാതെ താഴെ കാല് മടക്കി തോളോട് തോൾ ചേർന്ന് മറ്റൊരാളായിട്ട് ചേർന്നിരിക്കുന്നല്ലോ, ഇതെങ്ങനെ ഇതൊക്കെ പറ്റുന്നു എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത് ഞാനൊരു ഏകാധിപതി അല്ല, ടൈറൻ്റ് അല്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അബ്ദുല്ല ബിൻ അമർ എന്നൊരു സഹാബി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നോമ്പ് വയ്ക്കുന്നു പറഞ്ഞ് അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ പോകും. അപ്പം അവിടെ പോയിട്ട് ഫ്ലോറിലിരുന്ന് കാണണം. താഴെ അദ്ദേഹം ഇത് വിരിക്കും, ലെതർ ജാക്കറ്റ് പോലെ ലെതർ ഷീറ്റ് വിരിക്കും. അതിനകത്തിരിക്കുക താഴെ ഇരിക്കും. എന്നിട്ട് ചോദിക്കും, എത്ര എങ്ങനെ നോമ്പ് വയ്ക്കുന്നത്? അപ്പോൾ എനിക്ക് 3 ദിവസം വെച്ചാൽ പോരെ, പ്രവില്ല എനിക്ക് പറ്റും 5 ദിവസം പറ്റും 7 ദിവസം പറ്റും എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ദാവൂദ് നബിയുടെ നോമ്പ് എന്ന് പറഞ്ഞത്. അതായത് ഒരു ദിവസം നോമ്പ് വയ്ക്കുക, ഒരു ദിവസം വിടുക, ഒരു ദിവസം നോമ്പ് വയ്ക്കുക, ഒരു ദിവസം വിടുക. ഫുള്ളായിട്ട് ഒരിക്കലും നോമ്പ് വയ്ക്കാൻ പറ്റില്ല. മാക്സിമം ഇങ്ങനെ നോമ്പ് വയ്ക്കാവും. എനിക്ക് പറ്റുമെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുന്ന കാണാം ഈ ഹദീസിൽ. ഏതാണ്? അബൂദാബൂദ് 3773. അപ്പോൾ ആരാധന കർമ്മങ്ങളിലും ഒരു ലിമിറ്റ് വയ്ക്കുന്നുണ്ട്. 3 ദിവസം വെച്ചാൽ പോരെ. ബുദ്ധിമുട്ടരുത്. ഒരാളും ആരാധനയുടെ പേരിൽ ഇസ്ലാമിൽ ഒരു ആരാധനയും മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലായിരിക്കത്തില്ല. വളരെ ചെറിയ സമയങ്ങളിൽ 5 മിനിറ്റ് നമസ്കാരം, നോമ്പ് പകൽ മാത്രം, രാത്രി ആഹാരം കഴിക്കാം. അതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അല്ലാതെ ചില സമുദായങ്ങളിൽ ചെരുപ്പിടാതെ നടക്കുക, തീയിൽ നടക്കുക, അങ്ങനെയുള്ള മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ വെയിൽ നിൽക്കുക, ഒറ്റക്കാലിൽ നിൽക്കുക, അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ മനുഷ്യന് നന്മ തരുന്ന മാത്രം ഉള്ള ആരാധന രീതിയിലാണ് ഇസ്ലാമിലുള്ളത്. അപ്പോൾ അതും ഒരു ഉദാഹരണമാണ് അതിനകത്ത്. അപ്പോൾ അങ്ങോട്ട് പോയി പറയാണ് 3 ദിവസം വെച്ചാൽ പോലെ നോമ്പ് 1 മാസം എന്നുള്ള രീതിയിൽ. അതുപോലെ ജക്കാത്തിൻ്റെ ഒട്ടങ്ങൾ വരുമ്പോഴത്തേക്ക് അതിന് സ്റ്റാമ്പ് ചെയ്യും. ജക്കാത്തിൻ്റെ അറിയാനായിട്ട് മുദ്ര ഇടും. അത് പ്രവാചകൻ സ്വന്തം കൈ കൊണ്ടിരുന്നതാണ്. സ്വന്തം ഇതാണല്ലോ ചെയ്യാനേ ഉള്ളൂ. എന്നാലും ഇറങ്ങി ജോലി ചെയ്യാം. ബുഹാരി 1502, അവർ ബുഹാരി 5542 അതിനകത്ത് കാണാം. അതുപോലെ ഒരിക്കലും ആഹാരം കഴിക്കുമ്പോൾ ചാഞ്ഞിരുന്ന് കഴിക്കുന്നത്. നമുക്ക് TV കാണുമ്പോൾ നമ്മൾ ബെഡിൻ്റെ ചാഞ്ഞൊക്കെ നമ്മൾ സാറിന് എല്ലാവരും അങ്ങനെയൊക്കെ കഴിക്കുന്ന കാണാം. ചാഞ്ഞിരുന്ന് അങ്ങനെയല്ല, നേരെ നിന്ന് അതിൻ്റെ ഒരു പോസ്റ്ററിൽ നല്ല ഇരുന്നിട്ട് അങ്ങനെ കഴിക്കാറുള്ളൂ. ചാഞ്ഞൊരിക്കലും കഴിക്കാറില്ല. ഇത് അബൂദാബൂദിൽ 3770 കാണാം. അതുപോലെ സഹാബികളെല്ലാം കൂടെ ഇരുന്ന് തമാശ പറയും. സാറിന് വലിയ ചക്രത്തിന് മുമ്പ് ആരെങ്കിലും തമാശ കളിയൊക്കെ പറയാൻ പറ്റും. അത് കേട്ട് പ്രവാചകൻ ചിരിക്കുകയും ചെയ്യും. അത് മുസ്ലിം 670 കാണാം. ഇങ്ങനെ പ്രവാചകന് മുമ്പിൽ
തമാശ പറയുന്ന സഹാബികൾ. അതുപോലെ തന്നെ ഒരു ഗോത്രത്തിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് അവിടെ ആൾക്കാർ ഈ അമ്പ് ചെയ്ത് കളിക്കുന്നുണ്ട്. 2 ടീമായിട്ട് നിന്നിട്ട് അമ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈട്ടി എറിയുന്നു, പോയിന്റ് വെച്ച് കളിക്കുന്നു. അത് കണ്ടിട്ട് പറയും, ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേരുമ്പോൾ പറയും, ഇത് നിങ്ങളുടെ പിതാമഹൻ, അതായത് പിതാവ് ഇസ്മായിൽ നബിയുടെ വംശത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കളിയാണിത്. അതുകൊണ്ട് ഇസ്മായിലിൻ്റെ സന്തതികളായ നിങ്ങൾ നല്ലപോലെ ഈ വിനോദത്തിൽ ഏർപ്പെടുക, ഈ കളി ഏർപ്പെടുക എന്ന് പറയും. ഇപ്പം ഇസ്മായിൽ നബിയുടെ സന്തതി പരമ്പര എന്നുള്ളത് ഹദീസിൽ നിന്നുള്ള ഒരു തെളിവാണിത്, പ്രവാചകൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് പറയും, ഞാൻ നിങ്ങളോട് ഒരു ഗ്രൂപ്പിനോട് ചേരാന്ന് പറഞ്ഞാൽ ഒരു ടീമിനോട് ചേരും കളിക്കാനായിട്ട്, ഇതെറിയാനായിട്ട്. പിന്നെ മറ്റേ ഗ്രൂപ്പുകാർ കളിയാൻ നിർത്തും. അവർ എന്താ കളി നിർത്തുന്നത്? ഏതല്ല, ഞങ്ങളങ്ങനെ പ്രവാചകനെതിരായിട്ട് ചേരുന്നത്, എതിരായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, മറ്റേ ഗ്രൂപ്പിലൂടെയല്ല പ്രവാചകൻ ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നുമില്ല, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെയാണ്, കുഴപ്പമില്ല കളിക്ക് എന്ന് പറയുന്നതാണ്. ഇത് ബുഹാരി 2899, ബുഹാരിയിലെ തന്നെ 3507, ബുഹാരി 3373. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുന്നത് എത്രത്തോളം എളിമ മനസ്സിൽ കൊണ്ട് നടന്ന് അത് ചെയ്ത് കാണിക്കുകയും ചെയ്തു. ഇതെല്ലാം അദ്ദേഹത്തിന് പ്രവാചകൻ നല്ലൊരു സന്തോഷവും നൽകിയിട്ടുണ്ടാകും ആൾക്കാരോട് ചേർന്ന് നിന്ന് ചെയ്യുമ്പോഴത്തേക്കും. ഒരിക്കലും ഈ ബഹളങ്ങൾ ഇതൊന്നും ഇല്ലാതെ നമ്മളും ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അതായത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ജോലിക്കാരനോ ഒരു മുതലാളി ഒരു കച്ചവടക്കാരനോ എന്തെങ്കിലും ആയിക്കോളത്തേക്ക് മറ്റാൾക്കാരെ താഴ്ന്നു നോക്കാതെ മനുഷ്യനായിട്ട് കണ്ട് അവരുടെ കൂടെ ഈക്വലായിട്ട് നിന്ന് പെരുമാറുന്നതാണ് നമുക്ക് നല്ലത്, സമുദായത്തിന് നല്ലത്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്, പ്രവാചകൻ്റെ ചര്യയിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി ഇതനുസരിച്ച് ജീവിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് പാത്രീകരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനെ തൗഫീഖ് തരട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്തടുത്ത വീഡിയോകളിൽ വേറെ ഗുണങ്ങൾ വെച്ച് കാണാം.